ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നുള്ളതെന്ന് അടുത്ത വീഡിയോയിൽ പറയാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഘാട്ടി സുബ്രഹ്മണ്യ ടെമ്പിളിൽ പോയിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലേപ്പക്ഷി ടെമ്പിളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഒരു 2 hours ജേർണി ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ പോകുമ്പോൾ എല്ലായിടവും കയറിയിട്ടേ വരൂ എന്ന് തീരുമാനിച്ചിട്ട് തന്നെയായിരുന്നു ഇറങ്ങിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ലേപ്പക്ഷിയിൽ പോകാമെന്ന് വിചാരിച്ചു. നല്ല സ്ഥലമാണ് കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. മലയുണ്ട് രണ്ട് സൈഡിലും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ അവിടെ എങ്ങും ആരുമില്ല എന്നുള്ളതാണ്. റോഡൊക്കെ ഭയങ്കര ഫ്രീ ആണ് കേട്ടോ. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ലോ, വീഡിയോ ലെങ്ത് ആയിപ്പോത്തില്ലേ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എനിക്ക് ലേപ്പക്ഷിയിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഒരു ടെമ്പിളും കൂടി ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഒരു ചിത്രം വേറെ ആയിരുന്നു കേട്ടോ. ഇവിടെ ഇപ്പം ഞങ്ങൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു അവിടെ കേട്ടോ. പിന്നെ പട്ടികളും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാണാനായിട്ട് നല്ല ഭംഗിയാണ്. കണ്ടില്ലേ അവന്മാരിയ്ക്കുന്നത്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറ്റാക്ക് ചെയ്യും നമ്മളെ. വല്ലപ്പോഴൊക്കെ ഫാമിലിയായിട്ട് ഇതുപോലൊരു ട്രിപ്പൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റീഫ്രഷ് ആവാനൊക്കെ. അപ്പോൾ അടിപൊളി സ്ഥലങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ് അതിനേക്കാൾ ഉപരി എനിക്കിഷ്ടമായത്. കാരണം നമ്മൾ ഈ സിറ്റിയിലൊക്കെ താമസിക്കുമ്പോൾ എല്ലാം ബിൽഡിങ്ങുകൾ മാത്രമല്ല കാണുന്നത്. ഉള്ളിലോട്ട് പോകുമ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം. പക്ഷെ ഭംഗി മാത്രമേ ഉള്ളൂ കേട്ടോ. അവിടെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അത് ഓർക്കണം. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ എൻട്രൻസിലെത്തി. ഇതാണ് എൻട്രൻസ്. പടി കടന്ന് അകത്ത് കയറുമ്പോൾ ഗോപുരമാണിത് കേട്ടോ. ഇത് പഴയ കാലത്തെങ്ങാണ്ട് നിർമ്മിച്ചാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഡോറൊക്കെ കണ്ടോ, മൊത്തം കൊത്തുപണികളാണ് ഇതിനകത്ത്. പാറ കൊണ്ടുള്ള പണികളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. മൊത്തം അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറുവാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അന്ന് ക്രിസ്മസ് വെക്കേഷൻ അല്ലായിരുന്നു. അപ്പോൾ കുറേ പേര് ട്രിപ്പിന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ക്രിസ്മസ് വെക്കേഷന് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോഴാണ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുന്നേ ഒരു വീഡിയോ ഇട്ടു, അത് എവിടെയാണ് പോയെന്നുള്ളത്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ടൈമിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്ര ലേറ്റായത്. അപ്പോൾ ഞാൻ തിരുവാതിരയ്ക്കും ഡാൻസിനും ഒക്കെ ചേരുന്നുണ്ടല്ലോ നമ്മുടെ അസോസിയേഷനിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടീസിനൊക്കെ കുറച്ച് ടൈമൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ എഡിറ്റിങ്ങിന് ടൈം കിട്ടാൻ പാടാണ്. അതുകൊണ്ടാണ് ലേറ്റായത് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിനുള്ളിൽ തൊഴുതിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുത്തു ഞാൻ. പക്ഷേ ഉള്ളിൽ ലൈറ്റൊന്നും ഇല്ല, ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. ഇരുട്ടായതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ലേപ്പക്ഷിയുടെ ഒരു സ്റ്റാച്ചു കല്ലിൽ കൊത്തി അവിടെ മലയുടെ മുകളിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ മുകളിൽ കയറിയിട്ട് വരാം. അപ്പോൾ എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അവിടെ ടിക്കറ്റ് ചാർജ് പെർ ഹെഡ് 10 രൂപയാണ്. അങ്ങനെ നമ്മൾ അകത്തോട്ട് പോയി കുറച്ച് റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. റീലൊക്കെ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. ഇത് റീലിൻ്റെ കുറച്ച് ഭാഗം ഇതിനകത്ത് ആഡായി പോയതാണ്. അങ്ങനെ ഞങ്ങൾ ഈ മലയുടെ മുകളിൽ കയറാൻ പോവാണ് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ദാഹമായിട്ട് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു ഷോപ്പ് കണ്ടിട്ട് ജ്യൂസ് കുടിക്കാൻ ഞങ്ങൾ കുറേ നടന്നിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ അവിടെ അവർക്ക് ജ്യൂസ് വിൽക്കാനല്ല വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ അവർ ജ്യൂസ് ഉണ്ടാക്കി തരാനായിട്ടൊന്നും വന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും കയറുകയാണ്. ഭയങ്കര കൊടും വെയിലായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും. പിന്നെ ഇതിൽ കയറാനായിട്ട് സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്, കമ്പിയുടെ സ്റ്റെപ്പുകൾ വെച്ചിട്ടുണ്ട്. മേലെ വരെ കയറാം. എനിക്ക് പിന്നെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കുറച്ച് മേലെ കയറി കഴിയുമ്പോൾ എനിക്ക് തല ചുറ്റുന്നതായിട്ട് തോന്നും. എനിക്ക് താഴോട്ട് നോക്കാനേ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അത് ഇവിടെ മാത്രമല്ല, ബിൽഡിങ്ങിൻ്റെ മുകളിലായാലും എനിക്ക് കയറുമ്പോൾ മേലും താഴോട്ട് നോക്കുമ്പോൾ തല ചുറ്റുന്നതായിട്ട് തോന്നും. എന്തായാലും ഞാൻ കയറി അവിടം വരെ പോയതല്ലേ. അവിടെ പട്ടി കുഞ്ഞുങ്ങൾ കണ്ടോ, പട്ടി പ്രസവിച്ച കിടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ആച്ചു കണ്ടില്ലേ, അതിലോട്ട് കയറാനും കമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ആക്സിഡൻറ്റ് പറ്റിയെന്ന് തോന്നുന്നു. അതിന് ശേഷമായിരിക്കും അവർ അവിടെ ലോക്ക് ആക്കിയിട്ടുണ്ട്, അവിടെ കയറാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കുറേ റീലും ഫോട്ടോസും ഒക്കെ എടുത്തു. അവളെല്ലാം കണ്ടു. വെയിലത്ത് കരിഞ്ഞു വാടി താഴെ വന്ന് നമ്മൾ ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കുകയാണ്. അടുത്ത ഡെസ്റ്റിനേഷൻ തേടി പോകണം. അതിന് മുന്നേ നമുക്ക് ലഞ്ച് ടൈം ആയിട്ടുണ്ട്. പോകുന്ന വഴിക്ക് എവിടെന്നെങ്കിലും ലഞ്ച് കഴിക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഓക്കേ.